അപ്പോൾ ഇന്ന് എന്ത് കറി വെക്കും എന്നുള്ള ഒരു ആലോചനയിലാണ് കേട്ടോ ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച പച്ചക്കറികളെല്ലാം ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. അപ്പം ഇനി നമ്മൾ പച്ചക്കറികൾ വാങ്ങിക്കണമെങ്കിൽ ഓർഡർ കൊടുക്കണം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ഗാർഡനിൽ ഒന്ന് പോയി നോക്കി അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറിച്ചെടുക്കാമെന്ന് കേട്ടോ. കാരണം നമ്മളിപ്പം നട്ടതേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിൻ്റർ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ അച്ചിങ്ങ പയറും പാവയ്ക്കയൊക്കെ നട്ടത് കേട്ടോ. അച്ചിങ്ങയൊക്കെ കുറച്ച് ഏകദേശം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതങ്ങ് ശരിക്കും മൂത്ത് വന്നിട്ടില്ല കേട്ടോ. അപ്പം കുറച്ചൊക്കെ മൂത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊരു കറിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും പറിച്ചില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ സ്വന്തമായിട്ട് നട്ട് അതിലെന്തെങ്കിലും പച്ചക്കറികളൊക്കെ പറിച്ച് കറി വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലേ മനസ്സിനും, അതുപോലെ തന്നെ വായിക്കും. നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പാവയ്ക്കയൊക്കെ, സാധാരണ പാവയ്ക്കയൊക്കെ ഇവിടുന്ന് ഞാൻ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കാണെങ്കിൽ കുറച്ച് കയ്പ്പ് തോന്നും കേട്ടോ. പക്ഷേ ഇവിടുന്ന് ഉണ്ടാകുന്ന പാവയ്ക്കയൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, വളരെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. തോരനൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ. അപ്പം ഞാനപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാട്ടോ നിങ്ങളെ കാണിക്കുന്നത്. മത്തങ്ങയും പിന്നെ അതുപോലെ തന്നെ തക്കാളിയും പനിക്കൂർക്കയും അങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കറ്റാർ വാഴയും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ അച്ചിങ്ങ പയറിലാണ് സത്യം പറഞ്ഞ എൻ്റെ നോട്ടം. ഇത് കണ്ടിട്ട് എനിക്ക് അപ്പം തന്നെ പറിച്ചുകൊണ്ട് പോകാൻ തോന്നുന്നുണ്ട്, പക്ഷെ അത് ശരിക്കും മൂക്കാത്തത് കൊണ്ട് ഞാൻ അതിന് വെറുതെ വിട്ടു കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു പാവയ്ക്ക അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അത് കുറച്ചുകൂടി വലുതാവേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അതിനെ അവിടെ വിട്ടിട്ട് ഞാൻ പോയി കേട്ടോ. ഇവിടെ സാധാരണ വന്നിരിക്കുമ്പോൾ ഒരുപാട് കിളികളുടെ ശബ്ദവും ഒക്കെ കേൾക്കാൻ കേട്ടോ. നല്ല സുഖമാണ് വൈകിട്ടൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഉച്ചയ്ക്കാണ് കേട്ടോ, അതുകൊണ്ടായിരിക്കാം കിളികളൊന്നും ഇല്ലാത്തത്. ഇത് പനിക്കൂർക്കയാണെന്ന് കേട്ടോ എനിക്ക് തോന്നുന്നു. നല്ല മണമുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ, കോവയ്ക്ക മീൻകറി. കോവയ്ക്ക മീൻകറി എന്നൊക്കെ പറയാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ യൂട്യൂബിൽ കണ്ടൊരു വിഭവമാണ് കേട്ടോ ഇത്. അന്ന് മുതലേ ഞാൻ വിചാരിക്കുന്നു എന്നാൽ പിന്നെ ഇതൊന്നും ഉണ്ടാക്കി നോക്കാം, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് കോവയ്ക്കയും തക്കാളിയും അതുപോലെ തന്നെ മുരിങ്ങയ്ക്കയും പച്ചമുളകും സവാളയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എന്നാണ് ഞാൻ അതിൽ കണ്ടത്. പക്ഷെ നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. എന്തായാലും കോവയ്ക്ക എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെയാണ് കേട്ടോ. കോവയ്ക്ക വറുത്ത് കഴിക്കാനും അതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കാനും പിന്നെ മെഴുക്കുപുരട്ടി പോലെ കഴിക്കാനും തോരൻ വെച്ച് കഴിക്കാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊന്നും ഇഷ്ടമില്ലായിരുന്നെങ്കിലും ഇവിടെ വന്നതിന് ശേഷം അതൊക്കെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പിൽ വെച്ചിരുന്ന ചട്ടി ചൂടായതിനു ശേഷം അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ കടുകും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആസ് യൂഷ്വൽ മീൻകറി വെക്കുന്ന പോലെ. എല്ലായിടത്തും ഇതുപോലെയാണോ മീൻകറി വെക്കുന്നതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ പക്ഷേ ചില സമയങ്ങളിൽ ഇതുപോലെ മീൻകറി വെക്കാറുണ്ട് കേട്ടോ. അപ്പം കടുകും ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന സവാള കൂടി ഇതിലോട്ട് ആഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് ഇതൊന്ന് എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇന്ന് ഉച്ചയ്ക്കുള്ള കറി എന്ന് പറഞ്ഞ് ഇത് മാത്രമേ ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇത് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് അവസാനം നോക്കാം. എന്തായാലും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുന്ന കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നല്ല അടിപൊളി കറി തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വയ്ക്കാം കേട്ടോ. അതിൻ്റെ കാര്യം മറക്കാൻ പാടില്ല. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ആവശ്യത്തിന് തേങ്ങയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പച്ചക്കറികളെല്ലാം ഇവിടെ ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഈ അരപ്പ് കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് കുടംപുളി കൂടി ചേർക്കുന്നുണ്ട്. കോവയ്ക്ക മീൻകറി എന്നാണല്ലോ ഇതിൻ്റെ പേര്. അപ്പോൾ പിന്നെ കുടംപുളി ഇല്ലാണ്ട് എന്ത് മീൻകറിയാണല്ലേ. അപ്പോൾ അതുകൂടി നമുക്ക് ചേർക്കാം കേട്ടോ. എന്തായാലും കറി അടിപൊളി തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ഇത് എന്താ ഒരു പച്ചക്കറി കൊണ്ടുള്ളൊരു ഇങ്ങനെയും കറി വെക്കാമെന്ന് ഞാൻ ഇപ്പോഴാട്ടോ മനസ്സിലാക്കിയത്. എന്തായാലും കൊള്ളാം. ടേസ്റ്റിൻ്റെ കാര്യത്തിലും അപാര രുചി തന്നെയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തു. പിന്നെ കുടംപുളിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കോവയ്ക്ക മീൻകറി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പറയാണ്ടിരിക്കാൻ ഇത്രയും രുചിയുള്ളൊരു വിഭവമാണ് ഈ കോവയ്ക്ക കറി എന്ന് ഞാൻ ഇന്നാട്ടോ മനസ്സിലാക്കിയത്. എന്തായാലും നല്ലതായിരുന്നു.